നമസ്കാരം. ഞാൻ നന്ദനംപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 49ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ മുല്ലപ്പെരിയാർ DYSP ആയിരിക്കെ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൻ്റെ അന്വേഷണ അട്ടിമറിയും ആർക്ക് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നറിയാൻ പാടില്ലാത്ത ജില്ലയിലെ പോലീസ് സിസ്റ്റത്തിനെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് ആരും തന്നെ മുല്ലപ്പെരിയാറിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. ആദ്യമായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരിക്കെ 14/3/22 ഇത് സംഭവം എന്ന് പറയുന്നത്, മുല്ലപ്പെരിയാർ പ്രത്യേക സുരക്ഷാ മേഖലയാണ്. അവിടെ തമിഴ്നാടിൻ്റെ ബോട്ടിൽ യാതൊരു അനുമതിയുമില്ലാതെ, ഗവൺമെൻറ് അനുമതി വേണം മുല്ലപ്പെരിയാർ ഒരാൾക്ക് സന്ദർശിക്കണമെങ്കിൽ. 4 വകുപ്പിലെ ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മാത്രമേ അവിടെ പ്രവേശിക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമില്ലാതെ ഉള്ളൂ. ബാക്കിയുള്ള ആര് വന്നാലും പ്രത്യേക ഗവൺമെൻറ് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മുല്ലപ്പെരിയാറിൽ പ്രവേശിക്കാൻ കഴിയൂ. ഈ ഗവൺമെൻറ് ഉത്തരവിനെ ലംഘിച്ച് തമിഴ്നാടിൻ്റെ ബോട്ടിൽ 4 പേര് മുല്ലപ്പെരിയാറിലെത്തിയതുമായി ബന്ധപ്പെട്ടാണ് 14/3/22 സംഭവം നടന്ന ദിവസം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും SHO എന്ന നിലയിൽ മറ്റ് ജോലികൾ എനിക്കില്ലാത്തതിനാലും ആദ്യ ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തന്നെ കറുപ്പസ്വാമി എന്ന് പറയുന്ന ആളാണ് SP. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് താല്പര്യങ്ങളുണ്ട്. പല താല്പര്യങ്ങളും ഉണ്ടാവാം. ഏതായാലും ശരി, പുള്ളി എന്നോട് ആദ്യം തന്നെ ചോദിച്ചു, നിങ്ങളെന്തിനാ കേസ് എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ നോട്ടിഫൈ ചെയ്ത സ്ഥലത്ത് സംഭവം നടന്നാൽ കേസെടുക്കേണ്ടത് നമ്മളെല്ലാവരാണ്, അത് അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഉള്ള സ്ഥലത്ത് കേസെടുക്കേണ്ട ചുമതല നമുക്കാണ്, അതുകൊണ്ടാണ് എടുത്തത്. എന്തായാലും ശരി, നിങ്ങളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിലെ ബോട്ടിലെ ഡ്രൈവറാണ് അവിടെ കൊണ്ടുവന്നെങ്കിൽ അയാളത് ആൻസർ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അതോടുകൂടി പുള്ളിക്ക് മനസ്സിലായി ഇവിടെ ശരിയായ രീതിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന്. അത് നമ്മുടെ സിസ്റ്റം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു പുള്ളി 3 ദിവസം കഴിഞ്ഞ് 17/3/22 ഒരു ഉത്തരവിറക്കി കേസിൻ്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയെ ഏൽപ്പിച്ചതായിട്ട്. അന്നത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്കും ഇതിൻ്റെ അപകടം മനസ്സിലായി. അദ്ദേഹം ഈ തീയതി, അതായത് CD ഫയൽ കിട്ടിയ തൊട്ടടുത്ത ദിവസം തന്നെ അതിലൊരു CD എഴുതി കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തതായിട്ട് 18/3/22 അന്വേഷണം ഏറ്റെടുത്തു എന്നൊരു CD എഴുതി. പിന്നീട് അദ്ദേഹവും ഈ കേസിൻ്റെ ഉദ്ദേശം, SP-യുടെ ഉദ്ദേശം ശരിയല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. കേസിൻ്റെ അന്വേഷണവും നടത്തിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് SP-യുടെ നീക്കമെന്ന് DYSPക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കുണ്ടായിരുന്ന അതേ ആശങ്ക തന്നെ അദ്ദേഹത്തിനും മനസ്സിലായി. അതേ കേസിൻ്റെ അന്വേഷണം ഒന്നും ഏറ്റെടുത്തില്ല. പിന്നെ നടന്ന മൊത്തം ഉഡായി പരിപാടികളാണ്. 19/3/22 വെച്ച് ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഒരു CD എഴുതപ്പെടുന്നുണ്ട്. ആ CD DYSP ഒപ്പിട്ടിട്ടില്ല. അത് പ്രകാരം ആ കേസിൻ്റെ ഒപ്പിടാത്ത CD പ്രകാരം ആ കേസിൻ്റെ അന്വേഷണം ഒരു ഗ്രേഡ് SI ഇസ്മായിലിനെ ഏൽപ്പിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യമാണ്. വഴിയെ പോകുന്നവർക്കൊരു കേസെടുത്ത് അന്വേഷിക്കാൻ യാതൊരു അധികാരമില്ല. ഒന്ന്, മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ജൂറിസ്ഡിക്ഷനിൽ അധികാരമുള്ള ഉദ്യോഗസ്ഥനുമല്ല ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയുടെ ഓഫീസിലെ ഗ്രേഡ് SI ഇസ്മയിൽ. SP 36 CRPC പ്രകാരം അന്ന് BNSS വരുന്നതിന് മുമ്പാണ് CRPCയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. 36 CRPC പ്രകാരം അന്വേഷണ ഉത്തരവ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഉദ്യോഗസ്ഥനെയാണോ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥന് മാത്രമേ അതിൻ്റെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് CD എഴുതി മൊഴികളും അന്വേഷണവും നടത്തി ഫൈനൽ റിപ്പോർട്ട് കോടതി കൊടുക്കാൻ അവകാശമുള്ളൂ. മറ്റ് ഒരു വഴിയെ പോകുന്ന ഉദ്യോഗസ്ഥന് ആ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥനെ SP സഹായിക്കാം. അതിനുപരിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനാകുന്നില്ല. ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനുള്ള അധികാരവും ഈ ഉദ്യോഗസ്ഥനില്ല.
അപ്പോൾ ഞാൻ ഇതിൻ്റെ അട്ടിമറി എനിക്ക് മനസ്സിലായി. ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ DYSPക്ക് ഒരു ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷനിൽ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന 157 CRPC പറഞ്ഞേക്കുന്ന സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥനെ എൻട്രസ്റ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റിഗേഷൻ എൻട്രസ്റ്റ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. കാരണം സംസ്ഥാന ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്നതിന് അവരെ സംബന്ധിച്ച് കൃത്യവും വ്യക്തമായ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇൻസ്പെക്ടർ തൊട്ട് മുകളിലേക്കുള്ള സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംബന്ധമായിട്ട് പോലീസ് സ്റ്റേഷനിലെ ചാർജുള്ള SHOയുടെ എല്ലാ അധികാരവും ഉണ്ട്. മാറ്റേഴ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അധികാരങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഗ്രേഡ് SIയെ സംബന്ധിച്ച് യാതൊരു അധികാരവും ഇല്ല. അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിയന്ത്രിതമായ ജോലിയാണ്. DYSP അന്വേഷിക്കുന്ന കേസുകളിൽ വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുക എന്ന പരിമിതമായ റോള് മാത്രമേ ഈ പറയുന്ന ഇസ്മയിൽ എന്ന് പറയുന്ന ഗ്രേഡ് SIക്കുള്ളൂ. ഈ കേസിലെ മുഴുവൻ അന്വേഷണവും ഈ ഒരു ഉദ്യോഗസ്ഥൻ നടത്തി. ഫൈനൽ റിപ്പോർട്ടും കോടതി കൊടുത്തു. ഈ കയറിയ 4 പേർക്ക് പുറത്തേക്ക് അന്വേഷണം പോയതേയില്ല. 4 പേരെ മാത്രം പ്രതികളാക്കി കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. കേസിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ട് SP എന്താ ആഗ്രഹിച്ചോ അതുപോലെ ചെയ്തു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ ഈ കേസിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചു എന്ന് പറയുന്നത് DYSP കണ്ടില്ലെങ്കിൽ ഒപ്പിടണമല്ലോ. DYSP അറിഞ്ഞില്ല എന്ന് നമ്മൾ ധരിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളിവിടെ നടക്കുന്ന നമ്പർ 1 തട്ടിപ്പുകൾ. ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ട ഞാൻ 19/1/23 അന്നത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. എൻ്റെ പരിപാടി ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. 36 TDR എന്ന് പറയുന്ന കത്താണ് കൊടുത്തേക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചിലെ DYSPയെ ഏൽപ്പിച്ച ഒരു കേസിൻ്റെ അന്വേഷണം നടത്താനും ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനും വഴിയെ പോകുന്നവർക്ക് അവകാശമില്ല കൃത്യമായിട്ട് പറഞ്ഞ് റിപ്പോർട്ടൊക്കെ കൊടുത്തു. എനിക്കൊന്ന് ഇമാതിരി തരികിടകൾ ഇപ്പോഴും അവിടെ ഇടുക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടി കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിയിരിക്കുന്ന പരിപാടിയുടെ ആകെത്തുകയായൊരു ജില്ലയാണ് ഇടുക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ SI ഗ്രേഡ് SI എങ്ങനെയോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. കേസ് അന്വേഷിക്കാനും അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനും തനിക്ക് അവകാശമുണ്ട്. ഏത് നിയമപ്രകാരമാണെന്ന് മാത്രം പുള്ളിയോടാരും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.